ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സോസേജ്. ചിക്കൻ സോസേജ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം സോസേജാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പ്രവാസികളുടെയും ബാച്ചിലേഴ്സിൻ്റെ എല്ലാം ഒരു ഇഷ്ട ഭക്ഷണമാണ് ഇത്. കാരണം വേറൊന്നുമല്ല, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോസേജ് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം സവാള ഒരു 3 എണ്ണം എടുത്ത് അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ അരിഞ്ഞത്, 5 പച്ചമുളക്, എരിവ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതിയാകും. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 7 വെളുത്തുള്ളി അല്ലി ചതച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, മല്ലിയില, കറിവേപ്പില. ആദ്യമായി സോസേജ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി തീ കത്തിച്ച് പാൻ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി ഫ്രൈ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടുതലിടണ്ട, കാര്യം സോസേജിൽ ഉപ്പ് കാണും. നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്. ഇത് ഫ്രൈക്ക് നല്ല മണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. സോസേജ് നന്നായിട്ട് ചുമന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സോസേജ് ഫ്രൈ ചെയ്ത പാത്രം തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സവാള അത് ഇട്ട് കൊടുക്കാം. ഞാനും പ്രവാസിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ അടുക്കളയിലെ ഇഷ്ടവിഭവങ്ങളിലൊന്നായിരുന്നു ചിക്കൻ സോസേജ്. പക്ഷേ അന്ന് ഞങ്ങൾ ഇതേപോലെ ഫ്രൈ ചെയ്യില്ലായിരുന്നു. ജോലി എളുപ്പത്തിന് വേണ്ടി ഫ്രൈ ചെയ്യാതെ ഞങ്ങൾ പാചകം ചെയ്തെടുക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. എന്നാലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും എല്ലാം കൊടുക്കാൻ പറ്റും. സവാള വഴറ്റിയെടുക്കുന്ന സമയത്തിൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. സവാള ഒരു മീഡിയം അളവിൽ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ അതിട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇല്ലെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ ഓപ്ഷനിലാണ്. ടൊമാറ്റോ ഇട്ടാൽ കുറേ കൂടെ നന്നായിരിക്കും, കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റാം. നേരത്തെ നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല,
1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. നേരത്തെ ഫ്രൈ ചെയ്തെല്ലാം വെച്ചിരിക്കുന്നത് കാരണം 2 മിനിറ്റ് വെന്താൽ മതിയാകും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ സോസേജ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കറിയായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ചിക്കൻ സോസേജ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.